ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ബ്രൈഡൽ ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് വയനാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവെൻഡർ കളറും അതുപോലെ വൈറ്റ് ക്രിസ്റ്റലും കോമ്പിനേഷൻ വരുന്ന ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഹെയർ ബ്രൂച്ചാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ട് കളേഴ്സും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ബീഡ്സുകളാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഫ്ലവർ ബീഡ്സും ആണ്. അങ്ങനെ 4 ടൈപ്പ് ബീഡ്സുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിന് എത്ര രൂപയായി, എവിടെ നിന്നാണ് നമുക്കിതെല്ലാം വാങ്ങാൻ കിട്ടുക, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് ഗിയർ വെയർ ആണ്. 2 സൈസിലുള്ള ഗിയർ വെയർ ആണ് നമുക്കിതിന് ആവശ്യം. ഒന്ന് 3mm ഒന്ന് 4mm ആണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. ലാവെൻഡർ കളറിൽ വന്നിട്ടുള്ള കുഞ്ഞു ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ സൈസ് വരും കേട്ടോ അത്. പിന്നെ വേണ്ടത് ലാവെൻഡർ കളറിൽ തന്നെ വരുന്ന ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത വേണ്ടത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഓഫ് വൈറ്റിലാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി വേണ്ടത് വലിയ സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് അതിൻ്റെ ചെറിയ സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 3mm ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പിയിൽ ഒരു 3 ബീഡ്സ് ഇതുപോലെ വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ കോർത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ വളച്ചു കൊടുക്കുക. വളച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. നല്ല ഭംഗിയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു 3 എണ്ണം വരി വരിയായിട്ട് അങ്ങ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു 3 ബീഡ് ഇതുപോലെ വരി വരിയായിട്ട് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു 3 ബീഡ് ഇതുപോലെ കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു 3 ബീഡ് വരി വരിയായിട്ട് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ 2 എണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ 2 എണ്ണം വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് കുറച്ചധികം ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇത്രയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ ബീഡ്സിൽ ഇതുപോലെ പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പാർട്ടുകൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പാർട്ടിൽ 3 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, 3 ബീഡ്സാണ്. ഇതിൽ 7 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമാണ് ഇതിലുള്ള വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പാർട്ടിൽ 2 എണ്ണം, ഷുഗർ ബീഡിൽ 3 എണ്ണം വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ കുഞ്ഞു ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡും കൂടെ കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ഒരു പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടൈം എടുക്കും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതും ഈ ഒരു പാർട്ടുകളെല്ലാം ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോഴാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വരുമ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബട്ടൺ ഹൗസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു പാക്കറ്റിന് 35 രൂപയാണ്. ഒരു മാലയായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സിന് പൊതുവേ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബ്രൈഡലിൻ്റെ വർക്കെല്ലാം കിട്ടിയാൽ ഞാൻ പൊതുവേ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബ്രൂച്ചിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ലാസ്റ്റ് വലിയ സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ പിരിച്ചതിന് ശേഷം വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ആ ലാസ്റ്റ് വരുന്ന 2 കമ്പി ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത വന്നിട്ട് മുകൾ ഭാഗത്ത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് ആണ്, താഴെ ഒരു 3 എണ്ണം വലിയ സൈസിലുള്ളതുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം മുകൾ ഭാഗത്തോട്ട് ഫുള്ള് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസും താഴോട്ട് വരുമ്പോൾ വലിയ സൈസിലുള്ള ക്രിസ്റ്റൽസും മുന്തിരിക്കൊല പോലെ ഇരിക്കും കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമ്മൾ ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷുഗർ ബീഡ്, അതിൻ്റെ മുകളിൽ ഫ്ലവർ ബീഡ്, വീണ്ടും ഷുഗർ ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക. ഇനി ആ താഴെ കാണുന്ന കമ്പിയിൽ വീണ്ടും ഒരു ഷുഗർ ബീഡ്, വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവർ ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ഷുഗർ ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ല വൃത്തിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറ് നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക, വൃത്തിയിൽ പിരിച്ചു കൊടുക്കുക എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഏതൊരു പാർട്ടും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗിയർ വയറാണ്. അപ്പോൾ അത് എത്രത്തോളം ഭംഗിയിൽ പിരിക്കുന്നോ അതിലാണ് ഈ ഒരു ബ്രൂച്ചിൻ്റെ ഭംഗി ഇരിക്കുന്നത്. അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയിൽ പിരിച്ചെടുക്കാൻ നോക്കുക. ഇനി ലാസ്റ്റ് ആ ഒരു ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട്. ഇതുപോലെ ഒരു 4-5 എണ്ണം ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mm ഗിയർ വയറാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ഒരു ഗിയർ വയറിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ കമ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടുകളെല്ലാം പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡിൻ്റെ പാർട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈഡിലായിട്ട് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ചരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ പാർട്ട് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എങ്ങനെയാണ് ഞാൻ ഈ ഒരു പാർട്ടുകൾ വെക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് പിരിച്ചു കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ കാര്യം പറയാം. ക്രിസ്റ്റൽ ബീഡ്സ് പൊതുവേ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലേസിങ് ടൈപ്പാണ്, ഗ്ലാസ് ടൈപ്പിലാണ് ആ ഒരു ബീഡ് വരുന്നത്. കുറച്ച് മാർക്കറ്റിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാലയ്ക്ക് 35 രൂപയാണ് കേട്ടോ. പിന്നെ വരുന്നത് ലാവൻഡർ കളറിൽ വരുന്ന 2 സൈസിലുള്ള ബീഡ്സാണ്. ഒന്ന് ഷുഗർ ബീഡും ഒന്ന് അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ബീഡ്സും ആണ്. അപ്പോൾ ഷുഗർ ബീഡ്സ് നമുക്ക് 20 രൂപ മുതൽ ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷേ 20 രൂപയ്ക്ക് വാങ്ങിയാൽ ബ്രൈഡൽ വർക്കിനുള്ള ബീഡ്സ് അതിലുണ്ടാവില്ല. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്രൂച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 30-40 രൂപയ്ക്ക് വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ 2 കളേഴ്സും 40 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ 2 ദിവസം കൊണ്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതും, അതുപോലെ റെക്കോർഡിംഗ് എല്ലാം ചെയ്തത് 2 ദിവസം കൊണ്ടാണ്. ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം എനിക്ക് ജലദോഷം പിടിച്ചു കേട്ടോ. അതാണ് സൗണ്ടെല്ലാം ഇങ്ങനെ അടഞ്ഞ പോലത്തെ സൗണ്ടൊക്കെ ആയി. തൊണ്ടവേദനയുണ്ട്, ജലദോഷമുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. മെഡിസിൻ എല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. എനിക്ക് ജലദോഷം വന്നാൽ ഒരാഴ്ച കണക്കാണ്. ഒരാഴ്ച കഴിഞ്ഞാലേ ഇങ്ങനെ കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ 13 ഐറ്റം ഫ്ലവർ ബീഡ്സ് ഉണ്ട്. കളേഴ്സിലും വരുന്നുണ്ട്, ഓഫ് വൈറ്റിലും വരുന്നുണ്ട്. ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും 20 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ പല ഷേപ്പിലുള്ള ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതേ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബ്രൂച്ച് 2 പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, രണ്ടും ഒരുപോലെ ഇല്ലേ? അപ്പോൾ അത് രണ്ടും ഒരുപോലെ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാർട്സുകളെല്ലാം ഒരേപോലെ ആവണം കേട്ടോ. ഒരേ ലെങ്ത്തിൽ തന്നെ ഉണ്ടാക്കണം, എന്നാൽ രണ്ടും ഒരുപോലെ തോന്നുള്ളൂ. അപ്പോൾ ഇനി ഈ 2 പാർട്ടുകൾ ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റായി നല്ല വൃത്തിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആ ഒരു കമ്പി ആ ഒരു ബ്രൂച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ 20 രൂപ മുതലാണ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്ത് നോക്കാനേ തോന്നുള്ളൂ. കാരണം അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ബോ, ഹെയർ ക്ലിപ്പ്, അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് പോലെയല്ല. ഹെയർ ബ്രൂച്ച് ഒരു വെറൈറ്റി തന്നെയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയും ഭംഗിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.